പൈത്തൺ ഈസ് എ പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതെന്ന് പറഞ്ഞാലൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാലൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഈസി ടു ലേൺ, നമുക്ക് ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെബ് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്സ് ആയിട്ടും അതുപോലെ തന്നെ സിസ്റ്റം സ്ക്രിപ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പൈത്തൺ സിൻടാക്സ് നമ്മൾ പഠിക്കണം. പൈത്തൺ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ റൺ ചെയ്യുക VS കോഡിലാണ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം VS കോഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഫോൾഡർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോക്കൽ ഡിസ്കിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫോൾഡർ ഉണ്ടാക്കുക. എന്നിട്ട് VS കോഡ് ഓപ്പൺ ആക്കിയിട്ട് ഫയലിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പൺ ഫോൾഡർ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മളൊരു ന്യൂ ഫയൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ പൈത്തണിൽ ന്യൂ ഫയൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേര് നമ്മൾ കൊടുത്തിട്ട് അതിന് .py എന്നായിരിക്കണം നമ്മൾ പേര് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ അടുത്തതായിട്ടൊരു പൈത്തൺ അങ്ങനത്തെ ഒരു പേര് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും .py എന്നായിരിക്കണം നമ്മൾ പേര് കൊടുക്കുന്നത്. പൈത്തണിൽ ഫസ്റ്റത്തെ പൈത്തൺ സിൻടാക്സ് എന്ന് പറയുന്നത് പ്രിൻ്റാണ്. ഈ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്താലും അത് അതേപോലെ തന്നെ പ്രിൻറ്റ് ചെയ്ത് വരും. അതായത് ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ പ്രിൻറ്റ് ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഹലോ വേൾഡ് എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളത് റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ടെർമിനലിൽ ഇതാ വന്നിട്ടുണ്ട്, ഹലോ വേൾഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് തന്നെ കൊടുത്താലും നമുക്ക് അത് തന്നെയായിരിക്കും നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് വരിക. നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് അതായിട്ടാണ് കിട്ടുക. അതുപോലെ ഞാനിപ്പോൾ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ഐ ലവ് പൈത്തൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ടെർമിനലിൽ എന്താണ് വരിക, ഐ ലവ് പൈത്തൺ തന്നെയാണ് റൺ ചെയ്ത് കൊടുത്താൽ വരിക. അടുത്തതായിട്ടൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ പറയുന്നത് ഇഫ് 5 > 2 എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു സിൻടാക്സ് ആണ്. എന്നിട്ട് നമ്മൾ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുകയാണ് 5 > 2 എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നമുക്കത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വരുന്നത് 5 > 2, അതായത് നമ്മൾ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ എന്താണ് കൊടുത്തത് അതാണ് അടിയിൽ പ്രിൻറ്റ് ചെയ്ത് വരിക. ഇപ്പോൾ ഈ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇഫ് 5 > 2 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലൈനിൽ തന്നെയാണ് ഞാൻ പ്രിൻറ്റ് 5 > 2 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എറർ ആയിരിക്കും വരിക. കാരണം ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്ന സാധനം. ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രിന്റ് എന്ന് പറയുന്നത് ഇഫിൻ്റെ ഇത് കഴിഞ്ഞിട്ടായിരിക്കണം നെക്സ്റ്റ് ലൈനിൽ ഇത് തുടങ്ങുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്പേസ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് കുറച്ച് സ്പേസ് ഇട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് അങ്ങനെ കൊടുത്തിട്ടാണ് നമ്മൾ റൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഇതിൽ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും ടെർമിനലിൽ. നമ്മൾ ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെ.